കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ടത് കർത്താവിനെ പോലെ ജീവിതത്തെ പൂർണ്ണമാക്കി അനുഗ്രഹത്തിൽ ജീവിക്കണം എന്നാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. നമ്മൾ ചില സമയത്ത് നമ്മൾ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ ചിലപ്പോൾ നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കും. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിൻ്റെ ജീവിതം ഒരുപാട് സ്നേഹത്തിലും ഒരുപാട് അനുഗ്രഹത്തിലും ദൈവത്തോട് ചേർക്കപ്പെടുകയും ദൈവനാമത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷകനായ ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്ന അവൻ്റെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് രക്ഷകനായ യേശു മിശിഹായുടെ ദൗത്യം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് യേശു മിശിഹ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഓരോ വ്യക്തിയും ക്രിസ്തു നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തിന് ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസി ജീവിക്കേണ്ടത്, ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസി ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ ചില വ്യക്തികളുടെ സഹായം നമുക്ക് തേടേണ്ടി വരും. ചില സമയത്ത് നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് മറ്റ് വ്യക്തികളുടെ സഹായം നേടേണ്ടി വരും. പ്രിയമുള്ളവർ, ഈ നോയമ്പ് കാലത്തിൽ ഇന്നത്തെ ചിന്ത വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെ തിരുവചനങ്ങളാണ്. ഒരു തളർവാദി രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം, 4 വ്യക്തികളുടെ വിശ്വാസമാണ് ഈ തളർവാദി രോഗിയെ ക്രിസ്തുവിലേക്ക് എത്തിച്ചത്. ഇന്ന് നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾക്ക് സഭയിൽ കുർബാന ഇഷ്ടമല്ല, സഭയിലുള്ള പ്രാർത്ഥനകൾ ഇഷ്ടമല്ല, സഭയിലെ കാരണവർ പറയുന്ന കാര്യങ്ങൾ അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. സഭയിൽ ജീവിച്ച് വിശ്വാസം പകർന്നു നടന്ന വ്യക്തികൾ പറഞ്ഞാലും ഇന്നത്തെ യുവജനങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല ചില സമയത്ത്. പക്ഷേ തളർവാദി രോഗി കർത്താവ് ആരാണെന്നൊന്നും അറിയാതെ ഈ കർത്താവായ യേശു മിശിഹ കഫർനാം നഗരത്തിലുണ്ടെന്നറിയുമ്പോൾ 4 വ്യക്തികൾക്ക് വിശ്വാസമുണ്ടായി. ഈ വ്യക്തിയെ കർത്താവിലേക്ക് എത്തിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നൽകും എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 വ്യക്തി ഈ തളർവാദി രോഗിയെ കർത്താവിലേക്ക് എത്തിച്ചത്. അപ്പോൾ നല്ലതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ, അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ പോകുമ്പോൾ വീണ്ടും തടസ്സങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ 4 വ്യക്തികൾക്ക് വീണ്ടും ഒരു തടസ്സം കൺമുമ്പിൽ കണ്ടു. ഈ തളർവാദി രോഗിയായി കർത്താവിൻ്റെ അടുക്കലേക്ക് എത്താൻ അവർക്ക് സാധിക്കത്തില്ല. ജനക്കൂട്ടം കർത്താവിൻ്റെ ചുറ്റിനും നിൽക്കുന്നു. കർത്താവായ യേശു മിശിഹ അവരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ 4 വ്യക്തികൾ ഇത് കണ്ടിട്ട് നിരാശരാവുന്നില്ല. ഈ 4 വ്യക്തികൾ ഈ ജനക്കൂട്ടത്തെ കണ്ട് അവർക്ക് സങ്കടമുണ്ടാവുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, ഇന്ന് കർത്താവായ യേശു മിശിഹ ഈ വ്യക്തിയെ സൗഖ്യപ്പെടുത്തണം. അതുകൊണ്ട് കർത്താവായ യേശു മിശിഹ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ചുകൊണ്ട് അവർ ഈ വ്യക്തിയെ ആ കിടക്കയായി താഴോട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിലേക്ക് ചേർക്കപ്പെടണം, കർത്താവിലേക്ക് ചേർന്ന് നിൽക്കണം, വിശ്വാസത്തിൽ ചേർന്ന് ജീവിക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എൻ്റെ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കർത്താവായ യേശു മിശിഹയെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ലത് എവിടെ ഉണ്ടോ, സത്യം എവിടെ ഉണ്ടോ, അവിടെ ആയിരിക്കണം നമ്മുടെ മനസ്സും വിചാരവും ചിന്തയും. കർത്താവായ യേശു മിശിഹ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ദൈവജനം കർത്താവായ യേശു മിശിഹാൻ്റെ മുമ്പാകെ ചേർന്ന് നിന്നത്. പ്രിയമുള്ളവരെ, ഉടനെ തന്നെ കർത്താവായ യേശു മിശിഹ ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ ആൾക്കാർ അവിടെ തന്നെ ഇവൻ ദൈവനിന്ദ പറയുന്നല്ലോ, ദൈവദൂഷണം പറയുന്നല്ലോ, ഇതെങ്ങനെ ഭൂമിയിൽ അത് ദൈവത്തിന് മാത്രമല്ല അധികാരമല്ലേ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി. അപ്പോൾ കർത്താവ് ഇത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതേ കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മറ്റേതൊന്നുമല്ല, ഭൂമിയിൽ മനുഷ്യപുത്രന് പോലും പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്. പ്രിയമുള്ളവരെ, ചില വ്യക്തികൾ കുമ്പസാരിച്ചിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ഒരു അച്ഛൻ്റെ മുമ്പിൽ പാപം ഏറ്റു പറഞ്ഞല്ലോ, എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടോ? അധികാരം ദൈവം നൽകിയ അധികാരമാണ് ഓരോ വൈദികൻ്റെ മേൽ. അതുകൊണ്ടാണ് ആ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഒരു കുമ്പസാരം നടത്തിക്കൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ,
ഇതിനുശേഷം കർത്താവായ യേശു മിശിഹ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്, ഒരു അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണ്. നിന്റെ രോഗം, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഉടനെ തളർവാദി അവൻ വന്ന അവസ്ഥയിലല്ല, അവൻ ദൈവജനത്തിന് മുമ്പാകെ ഒരു സാക്ഷിയായി തീരുന്നതുകൊണ്ട് അവൻ അവൻ്റെ കിടക്ക എടുത്ത് വീട്ടിൽ പോയി. എല്ലാവരും വളരെ ചിന്തിച്ചു വിടുന്നു, ഇത്രയും വലിയൊരു അധികാരം, അത്ഭുതം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ദൈവത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹം മാത്രമേ കടന്നു വരുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളർവാദിയെ പോലെ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഈശോയിലേക്ക് പോകുക, ഈശോ നമുക്ക് ജീവൻ നൽകും. എത്ര വ്യക്തികൾ നമുക്കെതിരെ സംസാരിച്ചാലും ഈശോ ഉണ്ട് നമ്മുടെ പക്ഷത്തിൽ നിന്നു, നമ്മളെ സംസാരിച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈശോ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മറ്റ് വ്യക്തികളെ കർത്താവിലേക്ക് ചേർക്കണം, കർത്താവിലേക്ക് കൊണ്ടുവരണം എന്നൊരു ദൗത്യോടി ഈ നോയമ്പ് കാലത്ത് നമുക്കുണ്ട്. മറ്റു വ്യക്തിയെ കർത്താവിനോട് ചേർത്തുകൊണ്ട് ഈ നോയമ്പ് കാലം അനുഗ്രഹത്തിൻ്റെ കാലമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.